ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചത് കുറച്ച് ഓവറായിപ്പോയി, അത്ര വേണ്ട. എന്നിട്ട് ആ ഓയിലിലേക്ക് നമുക്ക് സോസേജസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സിമ്പിൾ മാരിനേഷനാണ്. ഉപ്പ്, മുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, ഒരു ഷാലോ ഫ്രൈ പോലെ. എന്നിട്ട് ആ ഓയിൽ ആദ്യം ഒഴിച്ചത് കുറച്ച് ഓവറായിപ്പോണ്ട്, അത് മാറ്റിയിട്ട് ആ സെയിം പാനിലേക്ക് ഞാൻ കുറച്ച് ഓണിയൻസും ക്യാരറ്റും ക്യാപ്സിക്കം ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ചോയ്സ് ഇടാം, വെജിറ്റബിൾസ്. തക്കാളി, പച്ചമുളക് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. തക്കാളി പിന്നെ ഇവിടെ എല്ലാവരെയും ശത്രു ആയതുകൊണ്ട് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നില്ല. പിന്നെ എരിവും അധികം ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പച്ചമുളകും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സ്പൈസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പും പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട്, പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച സോസേജസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോസേജും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മുട്ട എടുക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തത്. മുട്ടയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തിട്ട്, ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കില്ല അതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം മുട്ട. ഈ ആക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ ടോപ്പിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ മുട്ട നല്ലോണം ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മുട്ട ഒന്ന് കുക്കായി വന്നല്ലോ, അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്കിനി ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് ചീസ് ഇടാം. ഞാനിപ്പോൾ സാൻഡ്വിച്ച് ചീസ് ഇടുന്ന, സ്ലൈസ് ചീസ്. അപ്പോൾ ഇനി നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ടോർട്ടിയ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ടോർട്ടിയ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എഗ്ഗ് ഒന്ന് കുക്കായി വരേണ്ട ഒരു ടൈം, അതൊന്ന് കുക്കായ ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് മുറിച്ചെടുക്കണം. അതേപോലെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സൈഡിലേക്ക് ഒരു ടോർട്ടിയും കൂടി വെച്ച് കൊടുക്കാം. ഇത് വെച്ച ശേഷം എന്തെങ്കിലും കുറച്ച് ബട്ടർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ഫ്ലിപ്പ് ചെയ്തിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം. ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക ഈ ടോർട്ടിയ ബ്രെഡിന്. നല്ല ക്രിസ്പി ആകുമ്പോൾ കഴിക്കാനും നല്ല രസം ഉണ്ടാവാൻ. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നിർബന്ധമായിട്ട് സോസേജസ് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എഗ്ഗ് വെച്ചിട്ട് മാത്രം ഇത് ചെയ്തെടുക്കാം. ഞാനിന്ന് ബോത്ത് സൈഡ് ടോർട്ടിയാസ് വെച്ചിട്ട് ചെയ്ത കാരണം 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് 1 സൈഡ് ഫില്ലിങ് വെച്ച് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. നമ്മളെ ഈ ബിസി മോർണിംഗ്സിൽ ഉണ്ടാക്കാൻ പറ്റിയ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് എടുത്തതിൻ്റെ എല്ലാ പ്രശ്നവും ഈ വീഡിയോനുണ്ട്. നെക്സ്റ്റ് ടൈം ബെറ്റർ ആക്കാം. താങ്ക് യു.